ഇയ്യോബ് അധ്യായം 33. എങ്കിലോ ഇയ്യോബേ, എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക, എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ, ഞാനിപ്പോൾ എൻ്റെ വായ് തുറക്കുന്നു, എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു. എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും. എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിവാദിക്ക, സന്നദ്ധനായി എൻ്റെ മുമ്പാകെ നിന്നുകൊള്ളുക. ഇതാ, നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എൻ്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ, ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ അകൃത്യവുമില്ല. അവൻ എൻ്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു, എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു. അവൻ എൻ്റെ കാലുകളെ ആമത്തിലിടുന്നു, എൻ്റെ പാതകളൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം, ഇതിൽ നീ നീതിമാനല്ല. ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. നീ അവനോട് എന്തിനു വാദിക്കുന്നു? തൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളിച്ചെയ്യുന്നു, മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു. അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സ്വാദുഭോജനവും വെറുക്കുന്നു. അവന്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെയായിരിക്കുന്നു. കാൺമാനില്ലാതിരുന്ന അവന്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു. അവന്റെ പ്രാണൻ ശവക്കുഴിക്കും അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവനു വേണ്ടി ഉണ്ടെന്നു വരികിൽ, അവൻ അവങ്കൽ കൃപ വിചാരിച്ചു, കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവങ്കൽ പ്രസാദിക്കും. തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത്, ഞാൻ പാപം ചെയ്ത് നേരായുള്ളത് മറിച്ചു കളഞ്ഞു, അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല. അവൻ എൻ്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു. എൻ്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു. ഇതാ, ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു, അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ഇയ്യോബേ, ശ്രദ്ധിച്ചു കേൾക്ക, മിണ്ടാതെ ഇരിക്ക, ഞാൻ സംസാരിക്കാം. നിനക്ക് ഉത്തരം പറയുവാനുണ്ടെങ്കിൽ പറക, സംസാരിക്ക. നിന്നെ നീതീകരിപ്പാനാകുന്നു എൻ്റെ താല്പര്യം. ഇല്ലെന്നു വരികിൽ നീ എൻ്റെ വാക്കു കേൾക്ക, മിണ്ടാതിരിക്ക, ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം.